കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ സംസ്കാരം പൂർത്തിയായി. പള്ളിമുക്ക് ലൂർദ് മാതാ കത്തോലിക്ക പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വീട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അനീഷിന് ജോലി സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന കളക്ടറുടെ വാദം കുടുംബം തള്ളി. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, സംസ്കാര ചടങ്ങുകളൊക്കെ അവിടെ പൂർത്തിയായോ? BLO അനീഷ് ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ ലൂർദ് മാതാ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ പൂർത്തിയായിരിക്കുന്നു. 3 മണിയോടുകൂടിയാണ് വീട്ടിൽ അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങൾ നടത്തിയത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിമുക്ക് ലൂർദ് മാതാ പള്ളിയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിക്കുകയായിരുന്നു. വിവിധ പള്ളികളിലുള്ള വികാരിമാരാണ് വീട്ടിൽ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ വീടിൽ എത്തി അനുശോചനം രേഖപ്പെടുത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, അതോടൊപ്പം ജനപ്രതിനിധികൾ, കാസർഗോഡ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതോടൊപ്പം BLOമാരും കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകർ, നാട്ടുകാർ, അങ്ങനെ വലിയൊരു ജനക്കൂട്ടം എത്തി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് വിലാപയാത്രയായാണ് പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സെമിത്തേരിയിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ CPM ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്ന ആരോപണവുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തിയിരുന്നു. ഇവരുടെ ആരോപണങ്ങൾക്കെതിരെ CPMഉം രംഗത്ത് വന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. ഈ BLO അനുഭവിക്കുന്ന ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് CPM നേതാക്കൾ, പ്രത്യേകിച്ചും പ്രാദേശിക CPM നേതാക്കൾ പറയുന്നത്. മറ്റു തരത്തിലുള്ള കോൺഗ്രസും BJPയും ആരോപിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ന രൂപത്തിൽ അവരുടെ പ്രതികരണം ഉണ്ടായി. കുടുംബം ആരോപിച്ചിരുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നും തന്നെ ഉദ്യോഗസ്ഥ തലത്തുനിന്നും വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയതിലേക്ക് എത്തിയത് എന്നാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഏത് സ്വഭാവത്തിലാണ് സമ്മർദ്ദം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സമൂഹത്തിലെ വിവിധ തുറകളിൽ പെടുന്ന 100 കണക്കിന് ആളുകൾ ാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്.